അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ച ലോറി ഉടമ മനാഫ് വൈകാരികമായി സമീപിക്കുന്നതാണ് തന്റെ രീതിയെന്നും അത് അർജുന്റെ കുടുംബത്തിന് വിഷമമുണ്ടാക്കിയതിൽ മാപ്പ് പറയുന്നുവെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരം ഒരു വാർത്താ സമ്മേളനം സ്വപ്നത്തിൽ പോലും ആലോചിച്ചിരുന്നില്ലെന്ന് മനാഫ് പറഞ്ഞു. ജനങ്ങളുടെ മുന്നിൽ സത്യാവസ്ഥ പറയാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. അർജുന്റെ പേരിൽ ഇതുവരെ ഒരു മുതലെടുപ്പ് നടത്തിയിട്ടില്ല. അർജുനായി അവസാനം വരെ നിലനിന്നു. അവസാനം വീട്ടിലെത്തിച്ച ശേഷമാണ് ദൗത്യം അവസാനിപ്പിച്ചത്. ദൗത്യത്തിൽ ഒരിടത്തും PR വർക്ക് ചെയ്തിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ കുടുംബത്തിനോടൊപ്പമാണ് താനും തന്റെ കുടുംബവും നിൽക്കുന്നത്. ഇങ്ങനെ എത്തിയത് താനായാലും അവരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടിയിരുന്നു. മുബീൻ തന്റെ നേരിയ അനിയനാണ്. അവനാണ് ഈ വാഹനത്തിന്റെ RC ഓണർ. തങ്ങൾ പാർട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്നവരാണ്. വാഹനം രണ്ടുപേരുടെയും കൂടിയാണെന്ന് മനാഫ് പറഞ്ഞു. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. ഒരു റുപ്പിക വാങ്ങിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാം. തന്റെ അക്കൗണ്ടുകൾ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും മനാഫ് പറഞ്ഞു. പലരും തനിക്ക് പണം വച്ച് നീട്ടിയെങ്കിലും ആരോടും താൻ പണം കൈപ്പറ്റിയിട്ടില്ല. യൂട്യൂബ് ചാനലിൽ അർജുന്റെ ഫോട്ടോ വെച്ചാണ് അവരുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത്. തുടർന്ന് യൂട്യൂബിൽ നിന്ന് അവന്റെ ഫോട്ടോ മാറ്റിയെന്ന് മനാഫ് പറഞ്ഞു. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ മാറിയപ്പോൾ അവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പലപ്പോഴും താൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജനങ്ങളുമായി വിവരം പങ്കുവയ്ക്കാൻ വേണ്ടി കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചാനലുകളിൽ പേര് ലോറി ഉടമ മനാഫ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അത്തരമൊരു പേരിട്ടത്. ഇതിൽ ലൈവ് ഇടുന്നത് പോലും തന്നെ പഠിപ്പിച്ചത് മാധ്യമ പ്രവർത്തകരാണ്. ഇന്നലെ വരെ 10,000 പേരാണ് ഉണ്ടായത്. ഇന്ന് അത് 2,00,000 പേരാണ് 2,00,000 പേരാണ് പിന്തുടരുന്നതെന്നും മനാഫ് പറഞ്ഞു. മുക്കത്ത് ഒരു സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. മനാഫിന് ഒരു തുക തരുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ എനിക്കത് വേണ്ട. അപ്പോൾ മാനേജ്മെന്റ് തീരുമാനമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അർജുന്റെ മകന് അത് കൊടുക്കുമെന്ന് ഞാൻ അവരെ അറിയിച്ചിരുന്നു. അർജുന്റെ മകന് അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ച ഏറ്റവും വലിയ തെറ്റ്. ആരെങ്കിലും എനിക്ക് പണം തരുന്നുണ്ടെങ്കിൽ അത് മകന് കിട്ടട്ടെ എന്നാണ് ഞാൻ കരുതിയത്. അതാണ് അവർക്ക് പ്രശ്നമായത്. എന്നാൽ ഇന്ന് ഞാൻ പരിപാടിക്ക് പോയെങ്കിലും സ്കൂളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല. അവൻ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയാണ് അക്കൗണ്ട് നമ്പർ ചോദിച്ചത്. അത് അവർക്ക് പ്രശ്നമായെങ്കിൽ മാപ്പ് പറയുന്നു. അർജുനെ കിട്ടിയതിന് ശേഷമാണ് ഈ പ്രശ്നമെല്ലാം തുടങ്ങിയത്. 5 ലോറി ഉടമ മുബീൻ ആണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ചർച്ചകൾ തുടങ്ങിയത്. അതുകൊണ്ടാണ് അർജുന്റെ കൂടെ വരണമെന്ന് കരുതിയ ഞാൻ അതിനു മുമ്പേ വന്ന് വീട്ടുകാരോട് സംസാരിച്ചത്. പക്ഷേ അത് അവർക്ക് തൃപ്തികരമായില്ല എന്നാണ് തോന്നിയത്. പിന്നാലെ രാത്രി വീണ്ടും പോയി വ്യക്തമായി അവരോട് സംസാരിച്ചാണ്. മുബീൻ എൻ്റെ അനിയനാണ്, അവന്റെ വാഹനമാണ്, ആരുടെ വാഹനമായാലും കുഴപ്പമില്ല എന്നെല്ലാം അവരോട് പറഞ്ഞിരുന്നു. 2,000 രൂപ ഞാൻ കൊടുത്തു എന്നാണ് അവർ പറഞ്ഞ മറ്റൊരു ആരോപണം. അത് അങ്ങനെയല്ല. ഞാൻ ബഹുമാനിക്കുന്ന ഉസ്താദ് എന്നോട് അർജുന്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയതാണ്. അദ്ദേഹമാണ് 2,000 രൂപ കൊടുത്തത്. അതൊരു പ്രായമായ ഒരാൾ കൊടുത്തു എന്ന തലത്തിൽ എടുക്കാനുള്ളതേ ഉള്ളൂ, മനാഫ് പറഞ്ഞു. ഈ വിഷയം ഇന്നത്തോടുകൂടി അവസാനിക്കണം. ഇതിങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അർജുന്റെ വിഷയത്തിന്റെ പേരിൽ ആ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യരുത്. അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകാം. തങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായ മാപ്പ് പറയാൻ ഒരു മടിയുമില്ല. ലോകത്തിന് മാതൃകയായ ഒരു രക്ഷാപ്രവർത്തനമാണ് നമ്മൾ നടത്തിയതെന്ന് മനാഫ് പറഞ്ഞു. ശരിയാണ്, ഈ പ്രശ്നം ഇവിടെ തീരണം. അതിന് വർഗീയത എന്താ പറയാ, അതിലോട്ടൊന്നും പോകാൻ പാടില്ല. കാരണം മനാഫ് അതുപോലെ അർജുൻ ഇതിൻ്റെ ഇടയിൽ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കയറി വന്ന് കളിക്കാൻ ആൾക്കാർ കാണും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് തന്നെയല്ല, ഒരുപാട് ആൾക്കാർ എന്താ പറയാ, നമ്മുടെ ഈ ഒരു സ്നേഹത്തെയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഈ ഒരു നാണക്കേട് ഉണ്ടായിരിക്കുന്നത്.